കാലവർഷക്കെടുതിയിൽ ദുരിതത്തിലായി കോതമംഗലത്തെ കർഷകർ. കഴിഞ്ഞ ദിവസം പെയ്ത ശക്തമായ മഴയിൽ പോത്താനിക്കാട് സ്വദേശി എൽദോ ജേക്കബിന്റെ ഒരേക്കറോളം വരുന്ന സ്ഥലത്ത് കൃഷി ചെയ്തിരുന്ന കപ്പ വെള്ളം കയറി നശിച്ചു. 1500ഓളം കപ്പകളാണ് വെള്ളം കയറി നശിച്ചത്. കാലവർഷം ശക്തമായതോടെ മഴക്കെടുതിയും രൂക്ഷമാവുകയാണ്. കഴിഞ്ഞ ദിവസം പെയ്ത ശക്തമായ മഴയിൽ പോത്താനിക്കാട് പഞ്ചായത്തിലെ 11ാം വാർഡിൽ ഒരേക്കറോളം സ്ഥലത്ത് കൃഷി ചെയ്തിരുന്ന കപ്പ വെള്ളം കയറി നശിച്ചു. പോത്താനിക്കാട് കോച്ചേരിക്കുടി എൽദോ ജേക്കബിന്റെ കൃഷിയാണ് നശിച്ചത്. എൽദോ പാട്ടത്തിനെടുത്ത് നടത്തിയിരുന്ന കൃഷിയായിരുന്നു ഇത്. വിളവെടുപ്പിന് ഭാഗമായ 1500ഓളം കപ്പകളാണ് വെള്ളം കയറി നശിച്ചത്. ഏകദേശം 3.5 ലക്ഷം രൂപയോളം നഷ്ടം കണക്കാക്കുന്നുണ്ട്. കൃഷിയാണ് എൽദോസിന്റെ ഏക ഉപജീവനമാർഗം. ഇനി എന്ത് ചെയ്യുമെന്നറിയാത്ത നിസ്സഹായാവസ്ഥയിലാണ് താനെന്നും വേണ്ട നഷ്ടപരിഹാരം നൽകുവാനുള്ള നടപടികൾ അധികാരികളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകണമെന്നും എൽദോസ് പറയുന്നു. നെൽകൃഷിയുണ്ട്, കപ്പ കൃഷിയുണ്ട്. കപ്പ കൃഷി കഴിഞ്ഞ പ്രാവശ്യമാണെങ്കിലും 10,000 കിലോ പിടി ചീഞ്ഞു പോയതാണ്. ഈ തവണ നേരത്തെ മഴ ചെയ്തുകൊണ്ട് ഈ കൃഷി മഴയ്ക്ക് മുമ്പ് വിളവെടുക്കാനായിട്ട് ചെയ്തതെങ്കിൽ പോലും അത് വിളവെടുക്കാൻ സാധിച്ചില്ല. നേരത്തെ മഴ തുടങ്ങി. 1 മാസത്തെ കാലാവധി കിട്ടിയിരുന്നെങ്കിൽ ഇത് കപ്പ പറിച്ച് പോകുമായിരുന്നു. ഇത് വിൽക്കാൻ പറ്റാത്തതെന്ന് വെച്ചാൽ മഴ നേരത്തെ പിടിച്ചു. അതുകൊണ്ട് ഈ പുഴ കവിഞ്ഞ് കാളിയാർപ്പുഴ കവിഞ്ഞ് വെള്ളം ഒഴുകിയതുകൊണ്ട് മുഴപ്പോട്ട് വെള്ളം കയറി തിങ്ങി കപ്പ മുഴുവൻ ചീഞ്ഞു പോകുന്ന അവസ്ഥയിലാണ്. ഇന്നലെ കൃഷി ഓഫീസറെ വിളിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു, കൃഷി ഓഫീസർ പറഞ്ഞത് ഒരു അപേക്ഷ വയ്ക്കുക, അത് രജിസ്റ്റർ ചെയ്തിട്ടില്ലല്ലോ, അതുകൊണ്ട് എന്തെങ്കിലും ചെറിയൊരു തുക കിട്ടാൻ സാധ്യതയുണ്ട്. ഇതിപ്പോൾ കർഷകർക്ക് മറ്റും ബാധിക്കുന്ന കേസാണ്. ഈ കഴിഞ്ഞ കുംഭമാസത്തിലെ വെയിൽ ഒരു തുള്ളി പോലും കളയാതെ പണിയെടുത്തുണ്ടാക്കിയതാണ്. പക്ഷേ പോകുമ്പോൾ അതിൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടും നമ്മുടെ മനോവിഷമം വേറെയാണ്. ഇപ്പോൾ ഇതിപ്പോൾ കണക്കൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 1500 ചോട് കൂട്ടിയാലും ഒരു 3-3.5 ലക്ഷം രൂപ കിട്ടേണ്ട കേസാണ്. അതൊക്കെ ഇനി എന്ത് ചെയ്യുമെന്നറിയില്ല. ഇതിപ്പോൾ ഈ കപ്പ പറിച്ച് വെറുതെ ചീഞ്ഞു പോകാനാണ് സാധ്യത. അതുകൊണ്ട് ഇപ്പോൾ എന്താ ചെയ്യണമെന്നറിയില്ല. എന്തെങ്കിലും സർക്കാർ സഹായം കിട്ടിയെങ്കിൽ നല്ലതായിരുന്നു. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.